ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. മാഷാല്ലാ അൽഹംദുലില്ലാ ഞാനൊരു സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എന്ന് തിരക്കുന്നില്ല. മഴയൊക്കെയാണല്ലേ, എല്ലാ സ്ഥലത്തും മഴയാണ്. ഇവിടെ നല്ല മഴയാണ്, രാത്രിയിലെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇത് മിനിങ്ങാത്ത വ്ളോഗാണ്. അപ്പോൾ ദേ രാവിലെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പാത്തുവിന് ചെറിയ പനിയായിട്ടൊന്ന് വീണ്ടും ആയെന്ന് പറഞ്ഞല്ലോ. വാപ്പാക്ക് പനിയായിരുന്നു. ആ പനി ഞാൻ വീണ്ടും കൊച്ചിന് കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ല ചുമയും കൂടെ ആയിട്ടുണ്ട്. അപ്പം മദ്രസയിൽ പോക്കൊന്നുമില്ല, ഇപ്പം സ്കൂളിൽ പോക്കുമില്ല. ആളിന് നല്ല ചുമയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം രാത്രി ഈ മരുന്നൊക്കെ കുടിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, രാവിലെ നല്ല വിശപ്പ് കേട്ടോ. എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഉമ്മച്ചി എനിക്ക് നല്ലതുപോലെ വിശക്കുന്നു, എന്തെങ്കിലും ഉണ്ടാക്കിത്തരാം. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കറിയൊന്നും ആ സമയത്ത് മീൻ കറി തലേന്ന് ഞാൻ കുറച്ച് ചാളക്കറി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് എരിവല്ലേ, അപ്പം കഴിക്കത്തില്ല. ഞാൻ ഇച്ചിരി നെയ്യും ഇച്ചിരി പഞ്ചസാരയും കൂടെയൊക്കെ ഇങ്ങനെ വിതറി കട്ടിയില്ലാതെ ഇങ്ങനെ നൈസായിട്ട് പരത്തിയെടുക്കുന്ന ദോശ ഭയങ്കര ഇഷ്ടമാണേ. അപ്പോൾ അത് ചൂടോട് കൂടിയും കഴിക്കുകയും ചെയ്യുമല്ലോ, വേറെ കറിയൊന്നും വേണ്ട, നെയ്യൊക്കെ ഒഴിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഞാൻ ആ ദോശ 2 അങ്ങ് ചുട്ട് കൊടുത്ത് കൈയോടെ കേട്ടോ. പിന്നെ ഇപ്പോഴും പുറത്ത് നല്ല മഴ പെയ്യുവാണ്. രാത്രി 2 മണിക്കൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. നമുക്ക് ഈ ചോരുന്നത് കൊണ്ട് അറിയാൻ പറ്റും. അപ്പോൾ എണീറ്റ് പെട്ടെന്ന് തന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കുട്ടി കുട്ടി പാത്രങ്ങളെടുത്ത് വെച്ച് കൊടുക്കും കേട്ടോ. അടുപ്പിച്ചാലും ചെറിയ ചോർച്ചയുണ്ട്. അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടി ഇതൊക്കെയാണ്. തലേന്ന് കറി വെച്ചിരിക്കുന്നത് കൊണ്ട് കറി വെക്കണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ചമ്മന്തിക്കറിയോ എന്തെങ്കിലും അരയ്ക്കേണ്ടി വന്നേനെ കേട്ടോ. അപ്പോൾ കറി ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഈ കറിയൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കഴിച്ചോളും. അപ്പോൾ കണ്ടില്ലേ, കറി നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല നെയ്ച്ചാളയായിരുന്നു കേട്ടോ, നല്ല പരിഞ്ഞിലുള്ള ചാളയായിരുന്നേ. അതുകൊണ്ട് തന്നെ ഞാൻ പരിഞ്ഞിലൊന്നും ചെയ്തതൊന്നുമില്ല, ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വറുക്കാനും മീനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എടുത്തിട്ട് പരിഞ്ഞിൽ പൊരിച്ചെടുക്കണം. കപ്പ ഇരിപ്പുണ്ട് കുറച്ച്, അപ്പം ആ കപ്പ പുഴുങ്ങി, പിന്നെ കുറച്ച് കപ്പക്കിഴങ്ങ് ഇരിപ്പുണ്ട്. കപ്പക്കിഴങ്ങെന്ന് പറയുന്നത് മധുരക്കിഴങ്ങ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. ചോറ് വെക്കണ്ട, കാരണം തലേന്നത്തെ ചോറ് ഇരിക്കുന്നത് കൊണ്ട്. തലേന്ന് ചീനി വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ ചിക്കൻ കറിയൊക്കെ അത് ഉള്ളത് കൊണ്ട് ചോറ് അധികം ആരും കഴിച്ചില്ല. അതുകൊണ്ട് ചോറ് ഇരിപ്പുണ്ട്, അത് നമുക്കൊന്ന് തിളപ്പിച്ചൂറ്റിങ്ങ് എടുത്താൽ മതി. അതുകൊണ്ട് അരി ഇടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇന്ന് കുറച്ച് പണിയേ ഉള്ളൂ, വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ വീഡിയോ ലെങ്ത് കൂട്ടൂ, കുറച്ചും കൂടി വിശേഷങ്ങൾ ഉൾപ്പെടുത്തൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ലെങ്ത് കൂട്ടാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ബോറടിക്കരുതല്ലോ, അതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ ലെങ്ത് കൂട്ടാതിരിക്കുന്നത്. നമ്മൾ മാക്സിമം കുറച്ചെടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതൊക്കെ കൊണ്ടാണ് വീഡിയോ ലെങ്ത് ഒരു 7 മിനിറ്റ് 8 മിനിറ്റ്, ഇപ്പം ഞാൻ ഒരു 10 മിനിറ്റ് വെച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ചിലപ്പം 12 മിനിറ്റൊക്കെ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ നോക്കട്ടെ, കുറച്ചും കൂടി വിശേഷങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. വൈകുന്നേരമൊക്കെ പ്രത്യേകിച്ച് പാചകമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും പാപ്പാക്ക് എന്തെങ്കിലും പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. നമുക്ക് എന്തെങ്കിലും കൂടുതലൊരു കണ്ടൻറ്റ് വേണമല്ലോ എടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കൊണ്ടാണ് ഞാൻ എടുക്കാതിരിക്കുന്നത്. ഇൻഷാ അല്ലാ നോക്കാം നമുക്ക് കേട്ടോ. അങ്ങനെ അനിയത്തി പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നല്ല മഴയായിട്ടുണ്ട് കേട്ടോ. ഒന്ന് തോരുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇറങ്ങുന്നത്, അപ്പോഴത്തേക്കും നല്ല മഴ പെയ്യുവാണ്. പിന്നെ ദേ ഞാൻ വന്നിട്ട് ചോറ് ഒന്ന് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടി ഇട്ടു. തലേന്ന് വൈകുന്നേരം കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ആ ഇഡ്ഡലി പാത്രത്തിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കഞ്ഞിയും ആരും തൊട്ടില്ല. ഇന്ന് എന്തായാലും കഞ്ഞിയും കൂടെയൊക്കെ ചൂടാക്കി വെക്കണം. പിന്നെ അതേ കപ്പക്കിഴങ്ങും ചീനിയും ഉണ്ടായിരുന്നു, കപ്പയും. അതൊന്ന് വെട്ടി പുഴുങ്ങി എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. തലേന്ന് നമ്മൾ കുറച്ച് കപ്പയെ കുഴച്ചെടുത്തിട്ടുള്ളായിരുന്നു, അതങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പുഴുങ്ങിയെടുക്കട്ടെ കേട്ടോ. മുളകൊക്കെ ഉടച്ച് പരിഞ്ഞിലൊക്കെ വറുത്ത് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ കപ്പയും പുഴുങ്ങി മുളക് ഉടച്ച് കഴിക്കുന്നത് മലയാളികൾക്കൊരു വികാരമാണല്ലേ, പ്രത്യേകിച്ച് മഴയും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ആ അടിപൊളി കോംബോയാണിത്. അപ്പോൾ എന്തായാലും നല്ല മഴയുണ്ട്. ഞാൻ ഇന്നലെ അമ്മക്കിളിയുടെ ചാനൽ കണ്ടപ്പോഴത്തേക്കും ഇതുപോലെ പുഴുക്കുണ്ടാക്കി കഴിക്കുന്നതും കൂടെ കണ്ടപ്പോഴത്തേക്കും പിന്നെ എൻ്റെ മനസ്സിൽ ഇത് തന്നെ, ഇതിനെ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നായിരുന്നു കേട്ടോ ഇന്നലെ പ്ലാന്. അപ്പോൾ എന്തായാലും ഞാനും ദേ ഇവിടെ പുഴുക്കുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മധുരക്കിഴങ്ങ് ഞാനൊന്ന് ചുരണ്ടി എടുക്കാൻ നോക്കിയതാട്ടോ, പക്ഷെ പറ്റിയില്ല. പിന്നെ ഞാനിങ്ങനെ ചെത്തി കളഞ്ഞു. ഒരുപാടൊന്നും ചെത്തി കളയത്തൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞപ്പോഴും ഒരു വീഡിയോയിൽ വാപ്പുമ്മ ചെത്തുന്ന കണ്ടപ്പോഴത്തേക്ക് ആളുകൾ പറഞ്ഞു ഇത്രയും അങ്ങ് ചെത്തി കളയുന്നത് എന്തിനാന്ന് കേട്ടോ. വാമ്മ പക്ഷേ കുറച്ച് ഇച്ചിരിച്ചേ ചെത്തി കളയത്തുള്ളൂ. അതിൽ കണ്ടപ്പോഴത്തേക്കും ആളുകൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഉള്ള കപ്പ മൊത്തം ഒന്ന് വെട്ടി കളയുവാന്ന്.
അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഒന്ന് ചുരണ്ടിയെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനും ഇങ്ങനെ ഒന്ന് ചെത്തിയത്. ചെറിയൊരു വാടി കിടക്കുന്നത് കൊണ്ടേ നമ്മളിങ്ങനെ ചുരണ്ടിയാൽ അതിൻ്റെ ആ ഒരു കരിന്തൊലി പോകത്തില്ല. അപ്പോൾ വീഡിയോ നമ്മുടെ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ അനിയത്തിക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അനിയത്തിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അയണിൻ്റെ ടാബ്ലറ്റൊക്കെ കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല ആളിന്. പച്ചക്കറി പൊതുവേ കഴിക്കത്തില്ല കേട്ടോ. പണ്ട് മുതലേ പച്ചക്കറി നമ്മൾ എന്ത് വെച്ചാലും കഴിക്കത്തില്ല. അങ്ങനെ ഒരു ഇതായിപ്പോയി. ഇപ്പം എന്തായാലും നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുന്നുണ്ട്. ചീര വെച്ചാലോ അല്ലെങ്കിൽ മുരിങ്ങയിലയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവിയൽ, തോരൻ, മെഴുക്കുരട്ടി അങ്ങനെ ഒന്നും കഴിക്കത്തില്ല. ഈ കപ്പയൊക്കെ ഉണ്ടല്ലോ അതൊന്നും കഴിക്കത്തില്ല. മധുരക്കിഴങ്ങ് ഇഷ്ടമാണ്, പക്ഷേ കപ്പ, ചക്ക വേവിച്ചത് അങ്ങനെ ഒന്നും കഴിക്കത്തില്ല ആൾ കേട്ടോ. ഇപ്പം എന്തായാലും ഡോക്ടർ ഇങ്ങനെ കുറേ ക്ലാസ്സൊക്കെ കൊടുത്തത് കൊണ്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് ചോറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി വെക്കുകയാണെങ്കിൽ കഴിക്കാറുണ്ട്. അവളെപ്പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും വിശദമായിട്ട് പറയാം. അങ്ങനെ ഞാൻ കപ്പയൊക്കെ വെട്ടി കഴുകി എടുക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു ചൂടാക്കിയിട്ട്. എനിക്ക് നല്ലതുപോലെ ഈ പനി അന്ന് വന്ന് മാറിയിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ജലദോഷവും ചുമയും ശരീരവേദനയും ഒക്കെ ഉണ്ട് കേട്ടോ. പനി ഉള്ളിലൊക്കെ കാണുമോ എന്നറിയത്തില്ല, നല്ല ഇതുണ്ട്. പക്ഷേ നമ്മൾ ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി പനി നോക്കിയപ്പോൾ പനി പുറമേ ഇല്ല, പക്ഷേ ഉള്ളിൽ കാണുമെന്ന് പറഞ്ഞു. അതായിരിക്കും ശരീരവേദനയെന്ന് കേട്ടോ. നല്ല ശരീരവേദനയുണ്ട്. അപ്പോൾ പനിയുടേതായിരിക്കാം. പിന്നെ ഞാൻ എൻ്റെ മത്തിയും അതിൻ്റെ മുട്ടയും എടുക്കുന്നുണ്ട് കേട്ടോ പരിഞ്ഞിൽ. അപ്പോൾ മത്തി ഒരു 5-6 ഉള്ളൂ വറുക്കാൻ വേണ്ടിയിട്ട്, പാത്തുക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ പരിഞ്ഞിലും കൂടെ ഞാൻ എടുത്തിട്ട് ഈ വറുക്കുന്ന മാത്രമല്ല, പരിഞ്ഞിൽ ഞാനിങ്ങനെ എന്താ പറയുക, മുളകും കുറച്ച് ഉള്ളിയും പച്ചമുളകും കുറേ അധികം പച്ചമുളകൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇങ്ങനെ വഴറ്റി എടുക്കുന്ന അത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇട്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം കൊച്ചിനും കൂടെ കൊടുക്കാൻ വേണ്ടി. നല്ല മൊരിഞ്ഞിരുന്നാലേ പിള്ളേരൊക്കെ കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കോഴിക്കോടാ ഇരുന്ന് കഴിഞ്ഞാൽ പിള്ളേർക്ക് അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്തായാലും പാത്തുവിനും കൂടെ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് അതിലും കുറച്ച് ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. മീനും വറുക്കാൻ വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതങ്ങ് വറുത്തെടുക്കാം. ഇന്ന് വലിയ പണിയില്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇന്ന് കറി മീൻ കറി തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. പിന്നെ കപ്പയൊക്കെ വേവിക്കുന്നുണ്ടല്ലോ, പിന്നെ ചോറ് തിളപ്പിച്ചൂറ്റിയെടുക്കുക, അതൊക്കെ തന്നെയാണ് ഇന്നത്തെ പണി. ഇന്ന് രാവിലെ അകമൊക്കെ ഒന്ന് തൂത്തുവാരി, അതുപോലെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നേ, ഒന്ന് വാടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അപ്പോഴും തന്നെ അങ്ങ് മടക്കി വെച്ചു, കാരണം ഇപ്പം നല്ലതുപോലെ മഴയാണ്. വെയിലങ്ങനെ വരത്തേ ഇല്ല കേട്ടോ. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ ഉള്ള വാടി കിട്ടിയ തുണിയെല്ലാം ഞാൻ മടക്കി അങ്ങ് അലമാരിക്കകത്തോട്ടങ്ങ് വെച്ചു. ഇനി എപ്പോഴെങ്കിലും വെയിൽ വരുന്നെങ്കിൽ ഒന്നുകൂടി ഒന്ന് വെയിൽ കാണിക്കാം കേട്ടോ. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ ഷൂവും അതും ഇതും എല്ലാം ഒന്ന് കഴുകി പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഉണങ്ങി കിട്ടാനായിട്ട് ഒരു ഇച്ചിരി പാട്. പിന്നെ 2-3 ബെഡ്ഷീറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകി ഉണക്കാനിട്ടത്. അത് മഴയത്ത് ഇങ്ങനെ കിടന്ന് നനഞ്ഞ് കിടക്കാണ്. വെയിൽ വരുമ്പം അത് ഉണങ്ങട്ടെ. അങ്ങനെ മീനും ഫ്രൈ ആക്കി അതേ എണ്ണയിൽ തന്നെ നമ്മുടെ പരിഞ്ഞിലും കൂടെ ഇട്ട് കണ്ടില്ലേ, പരിഞ്ഞിൽ നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ അപ്പുറം ഇപ്പുറം ഒക്കെ നല്ലതുപോലെ കിടന്ന് അലക്കുന്നത് കേൾക്കാം. ഇന്നിപ്പോൾ ശനിയാഴ്ചയല്ലേ, അതുകൊണ്ട് ഇന്ന് സ്കൂളില്ലാത്ത ദിവസം നോക്കിയാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ പരിഞ്ഞിലൊക്കെ ആയതിന് ശേഷം ഞാൻ പാത്തുവിനെ നിർബന്ധിപ്പിച്ച് കൊടുത്തതാണ് ഈ ഒരു മുട്ട കേട്ടോ. ആദ്യം കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ട എന്നാണ് പറഞ്ഞത്. എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അയാളൊന്ന് വാ തുറക്കടേ എന്ന് പറഞ്ഞ് അങ്ങനെ വാ തുറന്നു തന്നു. വെള്ളച്ചാതിയും കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കുന്നുമുണ്ട്. അത് വെറുതെ കാണിക്കുന്ന കേട്ടോ, എങ്ങനെയെങ്കിലും വായി കിടക്കുന്നത് തുപ്പിക്കളയാൻ വേണ്ടി കാണിക്കുന്ന അടവാണ്. പിന്നെ അതേ കപ്പയും അതൊക്കെ ഞാൻ ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് ഉടച്ച് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെയൊക്കെ ചാലിച്ചിട്ട് കഴിക്കാം കേട്ടോ. അപ്പം മീൻകറി ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ കൂട്ടത്തിൽ മുളക് ഉടച്ചതാണേ. പിന്നെ നമ്മളെ പരിഞ്ഞിൽ വറുത്തത്. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ എടുത്തെങ്കിലും എല്ലാവരും കൂടെ കഴിച്ചതാണ് കേട്ടോ. എനിക്കിപ്പോഴും കൊതി വരുന്നു. ഇത്രയും മുട്ട ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കിങ്ങനെ 3-4 ചാളയിൽ നിന്ന് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ചധികം കിട്ടി. ഇപ്രാവശ്യം കിട്ടിയ എല്ലാ ചാളയിലും മുട്ടയുണ്ടായിരുന്നു കേട്ടോ. ഈ മുട്ട മാത്രമല്ല, എൻ്റെ കരൾ പോലത്തെയൊക്കെ സംഭവം ഉണ്ടല്ലേ, മുട്ട എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുരുകുര ചെറിയ തരിതരിപ്പ് പോലെ ഇരിക്കുന്നത്, അതാണ് കൂടുതൽ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം അതാണ് കൂടുതലായിട്ട് കിട്ടിയത്.
കട്ടൻ ചായ ഇട്ടില്ല കേട്ടോ, പകരം ഞാൻ ചൂട് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ കഞ്ഞിവെള്ളം കുടിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഇത് ചൂട് കഞ്ഞിവെള്ളം എടുത്തു. അതായത് നമ്മൾ ആ ചോറ് തിളപ്പിച്ച് ഊറ്റുന്ന വെള്ളം ഉണ്ടല്ലോ, അതാണേ. അപ്പോൾ അതും കൂടി കുറച്ച് ഉപ്പിട്ടിട്ട് ഇതാണ് അതിൻ്റെ ഒരു കോംബോ ആയിട്ട് ഞാൻ കഴിച്ചത്. കട്ടൻ ചായ ഇടാൻ വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിരുന്ന് പുകയുമാണ്, അതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.